നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 103. മീനുവിൻ്റെ ഇതിനേക്കാളും ആഡംബരമുള്ള ബാത്റൂമിൽ ഇന്നുവരെ ജയ് കുളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടലിലുള്ള ഈ കുളി അവന് അത്ഭുതം തന്നെയായിരുന്നു. കുളി കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിയപ്പോഴേക്കും റിസപ്ഷനിൽ നിന്ന് ഒരു കോൾ. സർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ, ഓക്കെ, ഞാൻ റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. പിന്നീട് മീനു നൽകിയ ഡ്രസ്സ് അവനൊന്ന് എടുത്ത് ധരിച്ചു നോക്കി. അന്നത്തേതുപോലെയല്ല, തൻ്റെ സൈസ് കറക്റ്റാണ്. അവൾ ആലോചിച്ച് തന്നെ വാങ്ങിയതാണെന്ന് മനസ്സിലായി. മീനു നൽകിയ ഡ്രസ്സും ധരിച്ച് അവൻ താഴെയെത്തി. റെസ്റ്റോറൻറ്റിലെത്തിയ ജയ് വീണ്ടും അമ്പരന്നു. നീളമുള്ള കഫേ കൗണ്ടർ, പലതരം വിഭവങ്ങൾ നിരത്തിയിരിക്കുന്നു. ഇന്ന് വരെ താൻ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്തത്. മീനുവിൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിനേക്കാൾ 10 ഇരട്ടി വിഭവങ്ങളാണുള്ളതെന്ന് ജയ്ക്ക് തോന്നി. ഓരോന്നും മനോഹരമായാണ് അലങ്കരിച്ച് വച്ചിരിക്കുന്നത്. എന്തെടുക്കണമെന്ന് പോലും ഒരു നിമിഷം അവനൊന്ന് മനസ്സിലായില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയും ഇത്രയും വിഭവങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അല്പം മടിയോടുകൂടിയാണ് അവൻ പ്ലേറ്റിൽ ഭക്ഷണമെടുത്തത്. ആദ്യം ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഇത്രയും രുചിയുള്ള ഭക്ഷണമോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് അവൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞതുപോലെ. ഒരു നിമിഷം അവൻ വീണ്ടും മീനുവിനെ ഓർത്തു. അവൾ തന്നോട് കാണിക്കുന്ന കരുതലാണ് ഇപ്പോൾ തനിക്ക് കിട്ടിയ ഈ ഭാഗ്യമെന്ന് അവന് തോന്നി. ഭക്ഷണം കഴിച്ച് അവൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും മാനേജർ അവിടെ എത്തി. സർ, രാത്രിയിലുണ്ടാവുമോ? ഇല്ല, ഞാനിപ്പോൾ തന്നെ പോവുകയാണ്. മാഡം രാത്രി വരികയാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല, ഞാൻ ഇറങ്ങുകയാണ്, ഇനി വരാനൊന്നും പോകുന്നില്ല. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതും പറഞ്ഞ് അവൻ ഹോട്ടലിൽ നിന്നിറങ്ങി. ജയ് വന്ന് ടാക്സിയിൽ കയറി. മീനു പറഞ്ഞ ഹോസ്റ്റലിലേക്ക് ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ചു. ടാക്സി പതിയെ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ഉയരമുള്ള ഇരുമ്പ് ഗേറ്റും അതിനു മുകളിൽ കർശന സുരക്ഷയുമായിരുന്നു ആദ്യം ജയ് ശ്രദ്ധയിൽ കണ്ടത്. ഗേറ്റിന് മുകളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു, സ്റ്റോൺഹെഞ്ച് ഇൻ്റർനാഷണൽ സ്കൂൾ. ഗേറ്റ് തുറന്നതോടെ ടാക്സി പതിയെ അകത്തേക്ക് നീങ്ങി. ഇരുവശത്തും പൂക്കളാൽ അലങ്കരിച്ച പൂന്തോട്ടങ്ങൾ, വൃത്തിയായി പരിപാലിച്ച പുൽത്തകിടുകൾ, തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ. ജയ് പുറത്തേക്ക് നോക്കി. ഇതൊരു സ്കൂളാണോ? വിശ്വസിക്കാൻ പോലും അവന് പ്രയാസമായി. ഒരു വലിയ റിസോർട്ടിലേക്കോ കൊട്ടാരത്തിലേക്കോ എത്തിയതുപോലെയായിരുന്നു അവന് തോന്നിയത്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വിശാലമായ അക്കാദമിക് ബ്ലോക്കുകളും അതിനപ്പുറം മനോഹരമായ ബോർഡിംഗ് ഹൗസും കെട്ടിടങ്ങളും അവൻ കണ്ടു. ഒരേ ക്യാമ്പസിൽ പഠിക്കാനും താമസിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നുവെന്ന് ജയ്ക്ക് മനസ്സിലായി. ടാക്സി ബോർഡ് ഹൗസിൻ്റെ മുന്നിൽ നിന്നു. ഡ്രൈവർ പറഞ്ഞു, സർ, മാഡം പറഞ്ഞത് ഇതാണ്. അമ്മു ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ജയ് കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. എല്ലായിടത്തും വൃത്തിയും അച്ചടക്കവും. വിദ്യാർത്ഥികൾ നിശബ്ദമായി നടന്നു പോകുന്നു. സുരക്ഷാ ജീവനക്കാർ ഓരോ സന്ദർശകരെയും ശ്രദ്ധയോടെ പരിശോധിക്കുന്നു. ജയ് റിസപ്ഷനിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പുഞ്ചിരിയോടെ ചോദിച്ചു, ആരെയാണ് കാണേണ്ടത് സർ? അമ്മു, +2 വിദ്യാർത്ഥി. അവളെ കാണാനാണ് വന്നത്, ജയ് സ്റ്റാഫിനോട് പറഞ്ഞു. സ്റ്റാഫ് ഉടൻ തന്നെ വാർഡനെ വിളിച്ച് വിവരമറിയിച്ചു. ജയുടെ പേരും ഫോൺ നമ്പറും അവർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വാർഡിൽ നിന്ന് അനുമതി ലഭിച്ചു. സർ, ദയവായി ഇവിടെ ഇരിക്കൂ, അമ്മൂനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ജയ് പതിയെ സോഫയിലിരുന്നു. ചുറ്റുമുള്ള ആഡംബരവും അച്ചടക്കവും നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം. മീനു എന്നെ അയച്ചത് ഒരു സാധാരണ ഹോസ്റ്റലിലേക്കല്ല, ഇതുവരെ ഞാൻ കാണാത്ത ഒരു ലോകത്തേക്കാണ്. വിസിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുന്ന ജയ്യടുത്ത് ഒരു സ്റ്റാഫ് എത്തി.
മാഡം മാഡത്തിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് ജയ് വാർഡൻ്റെ മുറിയിലെത്തി. ഹലോ മിസ്റ്റർ ജയ്, വരൂ ഇവിടെ ഇരിക്കൂ. റൂമിലെത്തിയ ജയ്യോടായി വാർഡൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് അമ്മുവിനെ കാണാൻ ഒരാൾ വന്നു കാണുന്നത്. ജയ്യെ നോക്കിക്കൊണ്ട് അവരാദ്യം അതാണ് പറഞ്ഞത്. "ആ, ആ, അതെന്താ?" മനസ്സിലാവാതെ ജയ് ചോദിച്ചു. അല്ല, അമ്മ ഇവിടെ ഇത്രയും വർഷങ്ങളായി, ഇന്ന് വരെ അവളെ കാണാൻ അവളുടെ പാരൻസ് വന്നിട്ടില്ല. ആദ്യമായിട്ട് അമ്മുവിനെ കാണാൻ ഒരാൾ വരുന്നു എന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അമ്മുവിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട് എന്ന് പറയാം. ജയ് ഒന്നും മിണ്ടയില്ല. പിന്നെ അമ്മുവിൻ്റെ ഗാർഡിയൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിൽ ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ട എന്നൊരു നിയമം നമുക്കിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനുള്ള റോളില്ല. ആം, ഓ, ജയ് അതിന് മറുത്തൊന്നും പറഞ്ഞില്ല. എങ്കിലും അമ്മുവിനെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കിവിടുത്തെ കുട്ടികളൊക്കെ മക്കളെപ്പോലെയാണ്. അതിൻ്റെ ഒരു സ്നേഹം ഞാൻ അവരോട് കാണിക്കാറുണ്ട്. അമ്മുവും നല്ല കുട്ടിയാണ്. പഠിക്കാൻ മിടുക്കിയാണ്. പഠിക്കാനുള്ള നല്ല കഴിവുമുണ്ട്. പക്ഷേ അമ്മുവിൻ്റെ ചില സ്വഭാവങ്ങൾ ആർക്കും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നല്ല ദേഷ്യക്കാരിയാണ്. ഈ ഹോസ്റ്റലിൽ ഞങ്ങളുടേതായ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇതൊന്നും അമ്മുവിന് ബാധകമല്ല. പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം അമ്മുവിന് തീരെയില്ല. ചിരിച്ചുകൊണ്ട് വാർഡൻ പറഞ്ഞു. തോന്നിയതുപോലെ ചെയ്യുക. ആരും ഉപദേശിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഇവിടുത്തെ ആരുമായിട്ടും വലിയൊരു കൂട്ടം അമ്മുവിനില്ല. ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറച്ച് പേരുണ്ടെങ്കിലും അമിതമായൊരു സൗഹൃദം അമ്മ ആരോടും സൂക്ഷിക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ആൾക്കിഷ്ടം. പിന്നെ അമ്മുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനും പറ്റില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടുത്തെ ഓരോ കുട്ടികളും മക്കളെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കെങ്കിലും വന്ന് അമ്മുവിനെ കാണണമെന്നുള്ള കാര്യം. അവർക്കെപ്പോഴും തിരക്കാണല്ലോ. മറ്റു കുട്ടികളിൽ നിന്ന് അമ്മ വ്യത്യസ്തയാണ് ഇവിടെ. പക്ഷേ അവളുടെ ആ സ്വഭാവത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു. വാർഡൻ പറയുന്നത് മുഴുവൻ ജയ് ശ്രദ്ധയോടെ കേട്ടു നിന്നു. മറത്തൊന്നും പറഞ്ഞില്ല. അമ്മ ഇപ്പോൾ വരും കേട്ടോ, ഇരിക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ പറയണം പാരൻസിനോട്. മക്കളുടെ കാര്യമല്ലേ, ഇടയ്ക്കെങ്കിലുമൊക്കെ വന്ന് പോവാൻ. അവർക്കും കാണില്ലേ തങ്ങളെ കാണാൻ ആരെങ്കിലും വരണം എന്നൊക്കെ ഒരാഗ്രഹം. അത് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഞാൻ പറയാം, ജയ് വാർഡനോടായി പറഞ്ഞു. മുകളിൽ ഹാളിൽ അമ്മു കാത്തിരിക്കുകയായിരുന്നു ജയ്യുടെ വരവിനായി. അവൾ ഒറ്റയ്ക്കിരിക്കാറാണ് കൂടുതലും ഈ സമയം പതിവ്. പക്ഷേ ഇന്നവൾ കുട്ടികളുടെ അടുത്ത് തന്നെ ചെന്നിരുന്നു. തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറയണം. ഇതായിരുന്നു അമ്മുവിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇന്നവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് തന്നെ പ്രേസി ആൻറ്റി മുകളിലെത്തി. അമ്മു, നിന്നെ കാണാൻ ബ്രദർ വന്നിട്ടുണ്ട്, താഴ്ത്തെല്ലാം പറഞ്ഞു. അമ്മുവിൻ്റെ മുഖത്ത് വല്ലാണ്ടൊരു സന്തോഷം. ചുറ്റും കൂടിയിരുന്ന ഫ്രണ്ട്സ് അമ്മുവിനെ ഒന്ന് നോക്കി. അമ്മുവിനെ കാണാൻ ബ്രദർ വന്നിട്ടുണ്ടെന്നോ? ഇന്നെന്താ കാക്ക മലർന്നു മറക്കോ? ഒരു കൂട്ടുകാരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മുവിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്താ അമ്മു, എന്താ സംഭവം? ചിരിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടുകാരി ചോദിച്ചു. സന്തോഷത്തോടു കൂടി അമ്മു താഴേക്കിറങ്ങി. വാ അമ്മുവിൻ്റെ ബ്രദറെ നമുക്കൊന്ന് കണ്ടാലോ, വാ. കൂട്ടുകാരികളെല്ലാവരും താഴേക്കിറങ്ങി. അമ്മു ഓടിച്ചെന്ന് വിസിറ്റിംഗ് റൂമിൽ. പക്ഷേ അവിടെ ജയ്യെ കണ്ടില്ല. ഇവിടെ
സംശയത്തോടെ അമ്മു നിന്നു. അപ്പോഴേക്കും റിസപ്ഷനിലുള്ള സ്റ്റാഫ് പറഞ്ഞു, വാർഡൻ്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ സംസാരിക്കുമായിരിക്കും. ആ, ഓക്കെ. അമ്മ എന്തായാലും ഇവിടെ ഇരുന്നോളും, ഇവിടെ വരും. ഉം. അമ്മു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ജയ് എത്തി. ഹായ് ബ്രോ. സന്തോഷം കൊണ്ട് അവൾ ഓടിച്ചെന്ന് ജയ്യെ കെട്ടിപ്പിടിച്ചു. സന്തോഷത്തോടു കൂടി അവൾ ജയ്യുടെ മുഖത്തേക്ക് നോക്കി. സുഖമല്ലേ ബ്രോ? പിന്നെ ഭയങ്കര സുഖം. എങ്ങനെയുണ്ട് ബാംഗ്ലൂരൊക്കെ? പിന്നെ അടിപൊളി. അപ്പോഴേക്കും അമ്മുവിൻ്റെ കൂട്ടുകാരികളും എത്തി. അമ്മുവിൻ്റെ ബ്രദർ കൊള്ളാലോടി, ചിരിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരി പതുക്കെ പറഞ്ഞു. നല്ല സ്റ്റൈലുണ്ട്, ഹാൻഡ്സം. മറ്റൊരു കൂട്ടുകാരി പതുക്കെ പറഞ്ഞു. ഹലോ. കൂട്ടുകാരിൽ ഒരാൾ ജയ്യോട് ഹലോ പറഞ്ഞു. ഞങ്ങളൊക്കെ അമ്മുവിൻ്റെ ഫ്രണ്ട്സാണ്. ഹലോ. അമ്മുവിനെ കാണാൻ ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്. ജയ് ഒന്നും മിണ്ടിയില്ല. അമ്മുവും ബ്രദറാണല്ലേ? അതെ. എന്ത് ചെയ്യുക ബ്രദർ ഇപ്പോൾ? ജയ്യോടായി ഒരു കൂട്ടുകാരി ചോദിച്ചു. അതിന് മറുപടി പെട്ടെന്ന് അമ്മുവാണ് പറഞ്ഞത്. ആള് വിദേശത്ത് ബിസിനസ്സാണ്. അല്ലേടാ? ഒട്ടും ആലോചിക്കാതെ അമ്മു പെട്ടെന്ന് പറഞ്ഞ ആ കള്ളം. അതിന് ജയ് ഒന്നും മിണ്ടിയില്ല. വാ, നമുക്കൊരുപാട് സംസാരിക്കാനുണ്ട്, എൻ്റെ മുറിയിലേക്ക് പോവാം. അമ്മു അധിക നേരം അവിടെ നിൽക്കണ്ട എന്നൊരു സൂചന പോലെ ജയ്യോട് പറഞ്ഞു. ജയ്യുടെ ബാഗ് കണ്ട് അമ്മു ചോദിച്ചു, ഇതൊക്കെ എനിക്കുള്ളതാ? പിന്നെ നിനക്കല്ലാതെ വേറെ ആർക്കാ? അമ്മു കോളടിച്ചല്ലോ, ഫ്രണ്ട്സ് പറഞ്ഞു. ഒന്ന് പോടി, വാ. ജയ്യുടെ ബാഗുമെടുത്ത് അമ്മു തൻ്റെ മുറിയിലേക്ക് നടന്നു. ബ്രോ, ഇതാണ് എൻ്റെ റൂം, എങ്ങനെയുണ്ട്? മുറിയിലെത്തിയുടൻ ജയ്യോട് അമ്മു ചോദിച്ചു. അമ്മയുടെ മുറിയേക്കാൾ അല്പം ചെറുത്, അത്രയേ ഉള്ളൂ. ഇതൊരു ഹോസ്റ്റലിലെ മുറിയാണ്, ജയ് മനസ്സിൽ പറഞ്ഞു. ബ്രോ, എന്താ ഒന്നും മിണ്ടാതെ? അല്ല, ഈ ഒന്നുമില്ല. അമ്മു പെട്ടെന്ന് ജയ്യെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു. ജയ്ക്ക് പെട്ടെന്നുണ്ടായ അവളുടെ ആ സ്നേഹപ്രകടനത്തിൻ്റെ കാര്യമെന്താണെന്ന് മനസ്സിലായില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം ജയ് അവളോട് ചോദിച്ചു, അമ്മു, എന്തുപറ്റി? അവൾ ഒന്നും മിണ്ടിയില്ല. ജയ്യെ 2 കൈകൊണ്ടും അവൾ ചുരുട്ടി അമർത്തി പിടിച്ചിരിക്കുന്നു. തൻ്റെ നെഞ്ചിൽ അവളുടെ തല വരുന്നത് പോലെ അവൾ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ജയ്യുടെ നെഞ്ചിൽ അവളുടെ മുഖമടച്ചുള്ള ആ കെട്ടിപ്പിടുത്തം. ജയ്ക്ക് പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ജയ് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയും മറ്റേ കൈകൊണ്ട് അവളുടെ മുടികളിൽ ചെറുതായിട്ടൊന്ന് തലോടി. ഒന്നും മിണ്ടാതെ ഒരല്പനേരം അവളങ്ങനെ നിന്നു. അമ്മു, മോളെ, എന്താ പറ്റിയേ? ജയ് വീണ്ടും ചോദിച്ചു. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ജയ് പതുക്കെ അവളുടെ മുഖമൊന്ന് ഉയർത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് അവന് തോന്നി. മോളെ,
എന്തു പറ്റി? എന്തിനാ ഇപ്പോൾ കരയണേ? എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ബ്രോ. ബ്രോ അവർ പറഞ്ഞ് കേട്ടില്ലേ, എന്നെ കാണാൻ ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്. താങ്ക് യു ബ്രോ. എൻ്റെ ആരും അല്ലാതിരുന്നിട്ടും ഞാൻ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നില്ലേ. ഞാൻ എങ്ങനെയാ ബ്രോയോട് എൻ്റെ ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ബ്രോ. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ മുഖമടച്ച് കരഞ്ഞു. അമ്മു എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ ആ സമയം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല. നേർത്ത ഒരു തലോടൽ മാത്രം അവൻ അവളോട് പ്രകടിപ്പിച്ചു. ഒരച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും ആ തലോടലിലുണ്ടെന്ന് അവൾക്കങ്ങ് തോന്നി. ആ സമയം ഒരു കാര്യം കൂടി ജയ് തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണ് തന്നെ കാണാൻ ഇവിടെ തന്നെ വരണമെന്ന് അവൾ പറഞ്ഞത് എന്ന്. വാർഡൻ പറഞ്ഞ കാര്യങ്ങൾ ജയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അമ്മുവിനെക്കുറിച്ച് മറ്റുള്ളവർ പുറമേ കാണുന്നത് പോലെയല്ല ഓരോരുത്തരുടെയും മനസ്സ് എന്ന്. തന്നോട് അവൾ കാണിക്കുന്ന സ്വഭാവം മറ്റൊരിടത്തും അവൾ കാണിക്കുന്നില്ല എന്നൊരു സത്യം കൂടി ജയ് തിരിച്ചറിഞ്ഞു. എന്തായിരിക്കും അതിൻ്റെ കാരണമെന്നായിരുന്നു ആ സമയം ജയ് ആലോചിച്ചത്. മനസ്സിൽ ആ സമയം മറ്റൊരു ഉത്തരം കൂടി കിട്ടി. പാരൻസ് ഡിവോഴ്സായി പോകുമ്പോൾ തകർന്നു പോകുന്ന മക്കളുടെ ജീവിതം ആരും കാണാറില്ല. മാതാപിതാക്കളുടെ വേർപിരിയലിൽ ഇരയാവുന്നത് മക്കളാണെന്ന സത്യം കൂടി ജയ് തിരിച്ചറിഞ്ഞു. ആ സമയം ജയ്ക്ക് അമ്മുവിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. പാവം കുട്ടി. അച്ഛനമ്മമാരുടെ വേർപാടിൽ തകർന്നു പോയത് അവളുടെ ജീവിതമായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെപ്പോലെ ജീവിക്കേണ്ടി വന്നവൾ. വല്ലാത്തൊരു സഹതാപം തോന്നി. കോടീശ്വരിയായ ഒരു ഡോക്ടറുടെ മകളായി ജനിച്ചിട്ടും ഒരനാഥയെപ്പോലെ ജീവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? അമ്മുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക? കഥയെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അടുത്ത ഭാഗം ഉടൻ വരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.